സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ പഠിക്കാനും താല്പര്യമില്ലാത്ത സാധാരണക്കാരന് അതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നേട്ടം ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ടൂളാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല ആൾക്കാരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഒരു സാധാരണക്കാരൻ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വരികയാണെങ്കിൽ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, ബാലൻസ്ഡ് ഫണ്ട്, ഡെറ്റ് ഫണ്ട് തുടങ്ങി കുറേ അധികം ഫണ്ടുകൾ അയാളുടെ മുമ്പിൽ വരും അല്ലേ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് തല ഇറങ്ങിയ അയാൾ എന്നാൽ ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും വരികയാണെങ്കിൽ ICICI ഫണ്ട്, ആക്സിസ് ഫണ്ട്, SBI ഫണ്ട്, അങ്ങനെ കുറേ അധികം ഫണ്ടുകൾ വീണ്ടും വരും. ഇനി ഇതൊക്കെ പഠിച്ചിട്ട് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കിയാലോ, അപ്പോൾ ഇത്തരത്തിൽ എക്സിറ്റ് റേഷ്യോ, എക്സ്പെൻസ് റേഷ്യോ, AUM, അങ്ങനെ കുറേ അധികം ടെക്നിക്കൽ ടേംസും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഒരു സാധാരണക്കാരൻ ഒന്നെങ്കിൽ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ കണ്ണും പൂട്ടി പൈസ ഇട്ടേക്കാം, അല്ലെങ്കിൽ പൈസ ഇടണ്ട എന്ന് കരുതിയിട്ട് വേറെ FDയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലോ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും നമ്മൾ എന്താണ് പറയുന്നത്, മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാൻ താല്പര്യമില്ലാത്ത സാധാരണക്കാരന് വേണ്ടിയിട്ട് എളുപ്പം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ടൂളാണെന്ന് പറയുന്നത് സത്യം തന്നെയാണ്. കാരണം നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. എന്നാലും മ്യൂച്വൽ ഫണ്ടിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ അതൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കൂടെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും. എന്നാൽ നിങ്ങളൊന്ന് ആലോചിക്കും, നിങ്ങൾ വെറും ഒരു സാധാരണക്കാരനാണ്, നിങ്ങൾക്ക് ഈ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ പോലും പഠിക്കാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ താല്പര്യമില്ല, സമയമില്ല, അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം? അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇനി ഏതാണ് നല്ല മ്യൂച്വൽ ഫണ്ട് എന്ന് ഓർത്ത് തല പുണ്ണാക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. പകരം നല്ല മ്യൂച്വൽ ഫണ്ടുകൾ ഏതെല്ലാമാണെന്ന് കണ്ടുപിടിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഫണ്ട്സ് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് ഫണ്ട്സ് ഓഫ് ഫണ്ട്സ്, ഇത് ഏതെല്ലാം ടൈപ്പാണുള്ളത്, ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഇതെങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിനേക്കാളും ബെറ്റർ ആകുന്നത്, ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെ സെറോദ കോയിൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് FOFകൾ ഏതെല്ലാമാണ് തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ദിസ് ഈസ് മാർക്കറ്റ് ഫീഡ്, ഞാൻ അമലക്ഷി. നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഫണ്ട് മാനേജർ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ഫണ്ട് മാനേജർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല 10 കമ്പനികളുടെ ഷെയർ കണ്ടുപിടിച്ചിട്ട്, എക്സാമ്പിൾ പറയുകയാണ്, നല്ല കമ്പനികളുടെ ഷെയർ കണ്ടുപിടിച്ചിട്ട് അതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നല്ല കമ്പനി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ അറിയാത്തത് കൊണ്ടും അത് പഠിക്കാനുള്ള താല്പര്യമില്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ സമയമില്ലാത്തത് കൊണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ഫണ്ട് മാനേജർ അത് കണ്ടുപിടിച്ചിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് തരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കമ്മീഷൻ അദ്ദേഹം എടുക്കുന്നു. ഇതാണല്ലോ മ്യൂച്വൽ ഫണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫണ്ട് ഓഫ് ഫണ്ട്സിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണ്, എന്നാൽ നിങ്ങൾക്ക് നല്ല മ്യൂച്വൽ ഫണ്ട് ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല ഇല്ലേ. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒരു ഫണ്ട് മാനേജർ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് എന്നാൽ അറിയാം ഇത്തരത്തിൽ ഏതാണ് നല്ല മ്യൂച്വൽ ഫണ്ടുകളെന്ന്. അപ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടിയിട്ട് 10 നല്ല മ്യൂച്വൽ ഫണ്ടുകളെ കണ്ടുപിടിച്ചിട്ട് ആ 10 നല്ല മ്യൂച്വൽ ഫണ്ടുകളിലേക്കും ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫണ്ടിനെയാണ് നമ്മൾ ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു 1000 രൂപ ഇത്തരത്തിലൊരു ഫണ്ട് ഓഫ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഫണ്ട് മാനേജർ ആ 1000 രൂപ 10 മ്യൂച്വൽ ഫണ്ടുകളിലേക്ക്, 100 രൂപയുള്ള 10 മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് വീതിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ 10 മ്യൂച്വൽ ഫണ്ടുകൾ നല്ലതാണെന്ന് ഈ പറഞ്ഞ ഫണ്ട് മാനേജർ ഇവിടെ ഉറപ്പ് വരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതേക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു കേസിൽ എന്തായാലും നിങ്ങളെക്കാളും എക്സ്പേർട്ട് ആയിട്ടുള്ള ഫണ്ട് മാനേജർ ആയതുകൊണ്ട് അദ്ദേഹം നല്ല ഫണ്ടുകൾ കണ്ടെത്തിയിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ നിങ്ങൾ സേഫ് ആയിരിക്കും. എന്നാൽ ഒരു വ്യക്തി ഡയറക്റ്റ് ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഇത്തരത്തിൽ ആ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയും അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോയെ പറ്റിയും മറ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ ഇത്തരത്തിൽ ഫണ്ട് ഓഫ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഇൻവെസ്റ്റർ ഇതൊന്നും തന്നെ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഒന്നും മനസ്സിലാക്കേണ്ട എന്ന് പറയുമ്പോൾ കണ്ണും പൂട്ടി പോയി ഇൻവെസ്റ്റ് ചെയ്യണമെന്നല്ല അതിനർത്ഥം. വളരെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര ടൈപ്പ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ആണ് ഉള്ളത് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ 2 ടൈപ്പ് ഓഫ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ആണ് ഉള്ളത്. അതായത് ഒന്നെന്ന് പറഞ്ഞത് ഫ്രെറ്റേഡ് ഫണ്ട്സും ഒന്നെന്ന് പറഞ്ഞത് അൺഫ്രെറ്റേഡ് ഫണ്ട്സും. കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല, ഇത് വളരെ സിമ്പിളാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു FOFൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിക്കുക. ഇപ്പം ഇവിടെ ഞാൻ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് ആക്സിസ് ഫണ്ടിൻ്റെ ഒരു FOF ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ ആ ആക്സിസ് ഫണ്ടിൻ്റെ ആ ഒരു FOFലുള്ള ആ ഒരു ഫണ്ട് മാനേജർ അദ്ദേഹം എന്തായാലും കുറേ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ. അങ്ങനെ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളെല്ലാം തന്നെ ഇത്തരത്തിൽ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളായിരിക്കുമല്ലോ. അപ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് മ്യൂച്വൽ ഫണ്ടുകളെല്ലാം തന്നെ ഇത്തരത്തിൽ ആക്സിസ് ഫണ്ടിന് കീഴിലാണ് ഉള്ളതെങ്കിൽ, അതെല്ലാം തന്നെ ആക്സിസ് ഫണ്ട് ആണെങ്കിൽ അതിനെ നമ്മൾ ഇത്തരത്തിൽ
അൺഫെറ്റേഡ് എന്ന് പറയാറുണ്ട്. എന്നാൽ അതേസമയം തന്നെ നിങ്ങൾ ഇത്തരത്തിൽ ആക്സിസ് ഫണ്ടിൻ്റെ FOFലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ആ ഫണ്ട് മാനേജർ ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് കുറച്ച് ആക്സിസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ICICIയിലുണ്ട്, കുറച്ച് SBIയിലുണ്ട്. അങ്ങനെ പല പല കമ്പനികളുടെ മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ അൺഫെറ്റേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം ചോദിക്കുകയാണെങ്കിൽ ഫ്രെറ്റേഡിൻ്റെ കേസിൽ അവിടെ ഇത്തരത്തിൽ ഒരേ കമ്പനിയുടെ അണ്ടറിലുള്ള ഡിഫറൻറ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഇത്തരത്തിൽ ചാർജസ് കുറവായിരിക്കും. എന്നാൽ ഇത്തരത്തിൽ അൺഫെറ്റേഡിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരു കമ്പനിയുടെ ഫണ്ട് മാനേജർ തന്നെ ഇത്തരത്തിൽ പല മ്യൂച്വൽ ഫണ്ടുകൾ, പല കമ്പനികളുടെ മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഇത്തരത്തിൽ എക്സ്പെൻസ് റേഷ്യോ, അതിൻ്റെ ആ ഒരു ചാർജസ് കൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഫണ്ടിൻ്റെ അസറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് എത്ര ടൈപ്പ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ആണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി ഫണ്ട് ഓഫ് ഫണ്ട്സ്, അതായത് പറയുകയാണെങ്കിൽ ഈ ഒരു FOF എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇക്വിറ്റി ബേസ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ മാത്രമായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക. അതായത് പറയുകയാണെങ്കിൽ ഈ ഒരു FOFൻ്റെ അണ്ടറിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത് ചിലപ്പം ഇക്വിറ്റി ലാർജ് ക്യാപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് ഉണ്ടായിരിക്കാം, അതിൽ സ്മോൾ ക്യാപ്പ് ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇക്വിറ്റി ബേസ് ചെയ്തിട്ടുള്ള പല പല മ്യൂച്വൽ ഫണ്ടുകളിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ മറ്റൊന്നാണ് മൾട്ടി അസറ്റ് ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് മാത്രമായിരിക്കില്ല ഉണ്ടായിരിക്കുക. ഇത്തരത്തിൽ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ഫണ്ട് മാനേജർ ഇക്വിറ്റിയിലും ഡെറ്റിലും ഗോൾഡിലും ബോൺസിലും ഏതെല്ലാം തരം അസറ്റുകളാണോ അവൈലബിൾ ആയിട്ടുള്ള ആ പറഞ്ഞ അസറ്റുകളുടെ എല്ലാം തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു ഫണ്ടാണ് ഇത്തരത്തിൽ ETF ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ഇത്തരത്തിൽ ETF, നമുക്കറിയാവുന്ന പോലെ നിഫ്റ്റി ബീസ്, അതുപോലെ ഗോൾഡ് ബീസ്, അപ്പോൾ ഇത്തരത്തിലുള്ള ETFകളുടെ ഒരു സെറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സിലായിരിക്കും ഈ ഒരു ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഫണ്ട് ഓഫ് ഫണ്ട്സും ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു കേസിൽ ഇത്തരത്തിൽ സോവറിൻ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിലും ഫിസിക്കൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിലും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിലും അത്തരം മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു കളക്ഷനിലായിരിക്കും ഈ ഒരു ഫണ്ട് മാനേജർ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഫണ്ടാണ് ഇന്റർനാഷണൽ ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്കിപ്പം വേണമെങ്കിൽ US സ്റ്റോക്സിൽ ഏതെങ്കിലും പ്ലാറ്റ്ഫോം വഴി ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ US ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുകയില്ല അല്ലേ. എന്നാൽ നിങ്ങൾ ഇത്തരത്തിൽ ഇന്റർനാഷണൽ ഫണ്ട് ഓഫ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ പറഞ്ഞ ഫണ്ട് ഇത്തരത്തിൽ കുറേ അധികം ഇന്റർനാഷണലിൽ നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫണ്ടായിരിക്കും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ ഇന്ത്യയിൽ ഇരുന്ന് കൊണ്ട് ഈ പറഞ്ഞ ഇന്റർനാഷണൽ ഫണ്ട് ഓഫ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അതിൽ നിന്നുള്ള നേട്ടം കൊയ്യാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ഫണ്ട് ഓഫ് ഫണ്ടുകളെ പറ്റി മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഇത്തരത്തിൽ ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ട് ഓഫ് ഫണ്ടുകളെ പറ്റിയാണ് പഠിക്കാനും മനസ്സിലാക്കാനുമായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുള്ളത് സെറോദയുടെ കോയിനിലാണ്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇത്തരത്തിൽ ഫണ്ട് ഓഫ് ഫണ്ട്സ് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കുറേ അധികം ഫണ്ട് ഓഫ് ഫണ്ടുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 3 നല്ല ഫണ്ട് ഓഫ് ഫണ്ടുകളെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷൻ അല്ല, ഇത് സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം എങ്ങനെയാണ് ഈ ഫണ്ടുകളെ നോക്കേണ്ടതെന്നും അതിൽ ഏതെല്ലാം മ്യൂച്വൽ ഫണ്ടുകളാണ് ഉള്ളതെന്നും മനസ്സിലാക്കേണ്ടതെന്നും തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് കാണിച്ചു തരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫണ്ടുകളിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു FOF എന്ന് പറയുന്നത് ICICI പ്രൊഡൻഷ്യൽ ഇന്ത്യ ഇക്വിറ്റി FOF എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കഴിഞ്ഞൊരു വർഷത്തിൽ 47% CAGR റിട്ടേൺ തന്നിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 500 രൂപയാണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ AUM എന്ന് പറയുന്നത് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് 110 കോടി രൂപയ്ക്ക് മുകളിലാണെന്നും കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ എക്സിറ്റ് ലോഡ് ഉണ്ട്, അതായത് നിങ്ങൾ എപ്പോഴാണോ ഇത് എക്സിറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ആ ടോട്ടൽ പ്രോഫിറ്റിൻ്റെ ആ ഒരു ടോട്ടൽ എമൗണ്ടിൻ്റെ 1% ഇവിടെ എക്സിറ്റ് ലോഡായിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് 0.78% ആണെന്ന് കാണാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത്തരത്തിൽ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഏതെല്ലാം മ്യൂച്വൽ ഫണ്ടുകളിലാണ് ഈ പറയുന്ന FOF ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ട് ഇത്തരത്തിൽ ഇൻവെസ്കോ ഇന്ത്യ കോൺട്രാ ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് ആ ഒരു ഫണ്ടിൽ ഇത്തരത്തിൽ 11% ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ താഴേക്കുള്ള ഓരോരോ മ്യൂച്വൽ ഫണ്ടുകൾ ഏതെല്ലാം ഫണ്ടുകളിലാണ് ഈ ഒരു ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നും അതുപോലെ തന്നെ അതിൽ എത്ര പെർസെൻറ്റേജ് വീതമാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ICICI പ്രൊഡൻഷ്യൽ ഇന്ത്യ ഇക്വിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഫണ്ട് മാനേജർ, ഇതിൻ്റെ ഫണ്ട് മാനേജർ കണ്ടെത്തിയ നല്ല 10
മ്യൂച്വൽ ഫണ്ടുകളാണിത്. അപ്പം സാധാരണഗതിയിൽ നിങ്ങൾ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയായിരുന്നെങ്കിൽ ഈ 10 ഫണ്ടുകളും നിങ്ങളായിരുന്നു കണ്ടെത്തേണ്ടത്. എന്നാൽ ഇവിടെ ഇത്തരത്തിൽ ഈ ഒരു ഫണ്ട് മാനേജർ കണ്ടെത്തിയിട്ടാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പം ഈ 10 ഫണ്ടിലൂടെ ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരെ പോയിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഫണ്ട് ഓഫ് ഫണ്ടാണ് ഇത്തരത്തിൽ ആക്സിസ് ഇക്വിറ്റി ETF എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെയും CAGR എന്ന് പറയുന്നത് 34%. അതുപോലെ തന്നെ ഇവിടെ മിനിമം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 5000 രൂപയാണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ AUM എന്ന് പറയുന്നത് 18 കോടി മാത്രമേ ഉള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ AUM കുറവായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എക്സ്പെൻസ് റേഷ്യോ കുറവാണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു കേസിൽ നിങ്ങൾ താഴേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഫണ്ട് മാനേജർ എടുത്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഏതെല്ലാമാണെന്ന് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ ഓരോന്നിലും എത്ര ശതമാനം വീതം അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അടുത്ത ഫണ്ടാണ് നിപ്പോൺ ഇന്ത്യ പാസീവ് ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയും ഇത്തരത്തിൽ 35% CAGR റിട്ടേൺ കഴിഞ്ഞൊരു വർഷം കിട്ടിയതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയും മിനിമം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 5000 അതുപോലെ തന്നെ AUM എന്ന് പറയുന്നത് 230 കോടിയാണ്. എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് കുറവാണ്, 1.7% മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എക്സിറ്റ് ലോഡ് എന്ന് പറയുന്നത് 0 ആണെന്ന് കാണാം. അതായത് നിങ്ങൾ ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒന്നും തന്നെ എക്സിറ്റ് ലോഡായിട്ട് കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ താഴേക്ക് വാങ്ങി നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഏതെല്ലാമാണെന്ന്. ഇത്തരത്തിൽ നിപ്പോൺ ഇന്ത്യ ETF 100 അവിടെ ഇത്തരത്തിൽ 71% അലോക്കേഷനാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ നിപ്പോൺ ഇന്ത്യ ETF നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 അങ്ങനെ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായതിനു ശേഷം മാത്രം ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ വിവിധ തരം ഫണ്ട് ഓഫ് ഫണ്ട് ഏതെല്ലാമാണെന്നും അതിൻ്റെ എക്സാമ്പിളുകളും അതുപോലെ തന്നെ ആ ഫണ്ടുകൾക്കുള്ളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളെ എങ്ങനെ കണ്ടെത്തണമെന്നും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുള്ളത് ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ട് ഓഫ് ഫണ്ടുകളാണ്. ഇത് മാത്രമല്ല നേരത്തെ പറഞ്ഞത് കണക്ക് ഡിഫറൻറ്റ് ഫണ്ട് ഓഫ് ഫണ്ടുകളുണ്ട്. അപ്പോൾ അത് ഓരോന്നും എന്തെല്ലാമാണെന്നും ഓരോന്നിൻ്റെ പ്രത്യേകത എന്തെല്ലാമാണെന്നും അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ മ്യൂച്വൽ ഫണ്ടിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ അപേക്ഷിച്ചുകൊണ്ട് FOFൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് ഈസി റീബാലൻസിങ്. അതായത് പറയുകയാണെങ്കിൽ നിങ്ങളൊരു സ്റ്റോക്കിലോ അല്ലെങ്കിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആ ഒരു മ്യൂച്വൽ ഫണ്ട് പോരാ, നല്ല മ്യൂച്വൽ ഫണ്ടിലേക്ക് നിങ്ങളുടെ പൈസ ഷിഫ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ മ്യൂച്വൽ ഫണ്ട് വിറ്റതിന് ശേഷം മറ്റൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു കേസിൽ വലിയൊരു എമൗണ്ട് ആണ് നിങ്ങൾക്ക് ലാഭമായിട്ട് കിട്ടുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ടാക്സ് പേ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ടാക്സിൻ്റെ ബാധ്യത നിങ്ങളുടെ തലയിൽ വരുന്നതാണ്. എന്നാൽ നിങ്ങൾ ഇത്തരത്തിൽ ഒരു ഫണ്ട് ഓഫ് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സമയത്ത് ആ ഒരു ഫണ്ട് മാനേജർ ഇത്തരത്തിൽ ആ ഒരു റീബാലൻസിങ് നടത്തിക്കൊള്ളും. അതുകൊണ്ട് തന്നെ ആ ഒരു ടാക്സിൻ്റെ ബാധ്യത നിങ്ങളുടെ പുറത്ത് വരുന്നതല്ല. അതുപോലെ തന്നെ എങ്ങനെ എപ്പം റീബാലൻസ് ചെയ്യണം തുടങ്ങിയ ടെൻഷൻ ഒന്നും തന്നെ നിങ്ങളുടെ തലയിൽ വരുന്നതായിരിക്കില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ഫണ്ട് മാനേജർ മാത്രമേ കാണുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്കില്ലിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ കിട്ടുന്നത്. എന്നാൽ ഒരു ഫണ്ട് ഓഫ് ഫണ്ട്സിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇത്തരത്തിലൊരു ഫണ്ട് മാനേജർ ഇരുന്നു കൊണ്ട് ഇത്തരത്തിൽ ഡിഫറൻറ്റ് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ആ ഡിഫറൻറ്റ് മ്യൂച്വൽ ഫണ്ടുകളിലെ ഫണ്ട് മാനേജേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ ആ ഒരു ബെനിഫിറ്റും ആ ഒരു ടാലന്റും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും. ഇതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, അതായത് US-ലുള്ള ഒരു മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇന്റർനാഷണൽ FOFകളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഫണ്ട് ഓഫ് ഫണ്ട്സിന്റെ ഡിസ്അഡ്വാൻറ്റേജസിലേക്ക് കടക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ അവിടെ ഫ്ലെക്സിബിലിറ്റി വളരെ കുറവാണ്. അതായത് നിങ്ങളൊരു ഫണ്ട് ഓഫ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തു, ആ ഒരു ഫണ്ട് മാനേജർ ഇത്തരത്തിൽ 10 മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. അതിൽ 2 എണ്ണം വളരെ മോശമാണെന്ന് നിങ്ങൾക്കറിയാം. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ആ ഒരു 2 എണ്ണം എടുത്ത് കളഞ്ഞിട്ട് അവിടെ അതിലേക്ക് വേറെ 2 എണ്ണത്തെ ആഡ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. അതായത് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ഒന്നും അറിയാത്തത് കൊണ്ട് അവിടെ ഫുള്ള് കൺട്രോൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഫണ്ട് മാനേജർക്കായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾക്ക് അതിനകത്തൊന്നും ചെയ്യാനായിട്ട് പറ്റുകയില്ല. രണ്ടാമത്തെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ എക്സ്പെൻസ് റേഷ്യോ കൂടുതലായിരിക്കും. അതായത് എക്സ്പെൻസ് റേഷ്യോ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തി തരുന്നത് മറ്റൊരു നല്ലൊരു ഫണ്ട് മാനേജർ അല്ലേ. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിന്റെ പുറത്ത് ചെറിയൊരു കമ്മീഷൻ ആ ഒരു ഫണ്ട് മാനേജർ എടുക്കുന്നുണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫണ്ട് ഓഫ് ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കുന്ന എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് നിങ്ങൾ ഡയറക്റ്റ് ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള എക്സ്പെൻസ് റേഷ്യോക്കാളും വളരെ വളരെ കൂടുതലായിരിക്കും. അതിനുള്ള ലോജിക്ക് വളരെ സിമ്പിളാണ്. കാരണം നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഫണ്ട് മാനേജർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിനുള്ള പൈസ മാത്രം നിങ്ങൾ എക്സ്പെൻസ് റേഷ്യോ ആയിട്ട് കൊടുത്താൽ മതി. എന്നാൽ നിങ്ങളൊരു FOFൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇത്തരത്തിൽ അവിടെ മെയിനായിട്ടൊരു ഫണ്ട് മാനേജർ ഉണ്ടായിരിക്കും. എന്നാൽ അതിന് അണ്ടറിൽ തന്നെ ഇത്തരത്തിൽ ഡിഫറൻ്റ് ആയിട്ട് കുറേ മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ടായിരിക്കും. അതിനെല്ലാം ഓരോ ഫണ്ട് മാനേജർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വരുന്ന എക്സ്പെൻസ് ഇത്തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആയിരിക്കും ഈ ഒരു എക്സ്പെൻസ് റേഷ്യോ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ അത് കൂടുതലായിരിക്കും. അപ്പോൾ ഇനി വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, ആരാണ് ഫണ്ട് ഓഫ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്? അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ
ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അതിനെപ്പറ്റി അറിയാത്തൊരു വ്യക്തി, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അറിയാത്തൊരു വ്യക്തി, അങ്ങനെയുള്ളൊരു തുടക്കക്കാരന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മെത്തേഡാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തുടക്കക്കാരനായതുകൊണ്ട് തന്നെ നല്ല മ്യൂച്വൽ ഫണ്ട് കണ്ടെത്താൻ അദ്ദേഹത്തിന് അറിയുകയില്ല, നല്ല സ്റ്റോക്ക് കണ്ടെത്താൻ അദ്ദേഹത്തിന് അറിയുകയില്ല. അപ്പോൾ ഈ ഒരു കേസിൽ ഇത്തരം ഫണ്ട് ഓഫ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചുകൂടി സേഫ് ആയിരിക്കും. അതായത് ഡയറക്റ്റ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നേരിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി സേഫ് ആയിരിക്കും ഇത്തരം ഫണ്ട് ഓഫ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ തുടക്കക്കാരനായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിരുന്നാൽ പോലും ലോങ് ടൈമിലേക്ക് നിങ്ങൾ ഇതിൽ കണ്ടിന്യൂ ചെയ്യേണ്ടതില്ല. കാരണം ഇവിടെ എക്സ്പെൻസ് റേഷ്യോ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിലേക്ക് ലോങ് ടൈമിലേക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ എങ്ങനെ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് പഠിച്ചു തുടങ്ങുക. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ആ ലിങ്ക് ഇവിടെ കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ അത് പഠിച്ചു തുടങ്ങിയിട്ട് കാര്യങ്ങൾക്കൊക്കെ ഏകദേശം ഒരു ധാരണയായി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഈ ഒരു ഫണ്ട് ഓഫ് ഫണ്ട്സിൽ കിടക്കുന്ന ആ ഒരു പൈസ ഇത്തരത്തിൽ നേരിട്ട് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് മാറ്റാൻ പറ്റുന്നതാണ്. അതിനുശേഷം വീണ്ടും കുറേ കാലം എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, FOF ആണ് എന്ന് കരുതിയിട്ട് മ്യൂച്വൽ ഫണ്ടിനേക്കാളും കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി സേഫ് ആണ്. എന്നിരുന്നാൽ പോലും അത് കംപ്ലീറ്റ്ലി സേഫ് ആണെന്ന് നിങ്ങൾ കരുതരുത്. കാരണം എന്താണെന്ന് പറയുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും FOF ആണെങ്കിലും ഇതെല്ലാം തന്നെ ഇതിൻ്റെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് ഇക്വിറ്റിയാണ്. അപ്പോൾ ഇക്വിറ്റിയെ പറ്റി നമുക്കറിയാം, അതെന്ന് പറയുന്നത് വോളറ്റൈൽ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ റിസ്ക് ഫാക്ടർ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇവിടുത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല, എന്നാൽ അറിയാവുന്ന ഒരു ഫണ്ട് മാനേജറാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തു തരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫണ്ട് ഓഫ് ഫണ്ട് എന്താണെന്നും അത് ഏതെല്ലാം ടൈപ്പാണുള്ളതെന്നും അതിൻ്റെ പ്രത്യേകത എന്താണെന്നും അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഒന്നുകൂടി എടുത്തു പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫണ്ട് ഓഫ് ഫണ്ട്സുകൾ ഒന്നും തന്നെ ഒരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഏത് ഫണ്ടാണെങ്കിലും, ഫണ്ട് ഓഫ് ഫണ്ടാണെങ്കിലും മ്യൂച്വൽ ഫണ്ടാണെങ്കിലും, ഇനി നിങ്ങൾ വേറെ എവിടെയെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പെട്ടിക്കടയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോയാൽ പോലും ബേസിക് ആയിട്ടൊരു സ്റ്റഡി നടത്തിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു ഇൻവെസ്റ്റർ എന്നുള്ള നിലയിൽ നിങ്ങൾ എപ്പോഴും മനസ്സിൽ കരുതേണ്ട ഒരു കാര്യമാണ്, ഒരു ബേസിക് സ്റ്റഡി നടത്തി അതിനെപ്പറ്റി എന്തെങ്കിലും മനസ്സിലായെങ്കിലും മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം ഈ ഒരു കേസിലും അതുതന്നെ എനിക്ക് പറയാനുള്ളൂ. ഫണ്ട് ഓഫ് ഫണ്ട് ആണെങ്കിൽ പോലും നിങ്ങൾ ബേസിക് ആയിട്ടൊരു സ്റ്റഡി നടത്താൻ ശ്രമിക്കുക. അതായത് ആ ഒരു ഫണ്ട് ഓഫ് ഫണ്ട്സിൻ്റെ ഇത്തരത്തിൽ ആ ഒരു ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു, എത്ര ശതമാനം റിട്ടേൺസ് ആണ് ഇൻവെസ്റ്റേഴ്സിന് മുൻകാലങ്ങളിൽ കൊടുത്തിട്ടുള്ളത്, അതുപോലെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ AUM എത്രയാണ്, അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ ലിസ്റ്റിലേക്ക് പോയിട്ട് അതിൻ്റെയൊക്കെ പെർഫോമൻസ് എങ്ങനെയാണ് കഴിഞ്ഞ ഹിസ്റ്ററിയിൽ നടന്നിട്ടുള്ളത്, അതുപോലെ തന്നെ റീബാലൻസിംഗ് ഒക്കെ എങ്ങനെയാണ് നടന്നിട്ടുള്ളത്, ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് ബേസിക് കാര്യങ്ങൾ പഠിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും